കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ പദവി തർക്കത്തിൽ ഡോക്ടർ കെ എസ് അനിൽകുമാറിന് തിരിച്ചടി. ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. സസ്പെൻഷൻ തുടരണോ എന്ന് സിൻഡിക്കേറ്റിന് തീരുമാനമെടുക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങളെ അംഗീകരിക്കുന്നതാണ് വിധിയെന്നായിരുന്നു സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങളുടെ പ്രതികരണം. രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കണമെന്ന ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ആവശ്യം തള്ളിയാണ് ഹൈക്കോടതിയുടെ വിധി. ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി സിംഗിൾ ബെഞ്ച് ശരിവച്ചു. ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ആവശ്യങ്ങൾ നിലനിൽക്കില്ലെന്ന് സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നുള്ള സസ്പെൻഷൻ നിയമവിരുദ്ധമാണെന്ന ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ വാദവും ഹൈക്കോടതി അംഗീകരിച്ചില്ല. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതി വൈസ് ചാൻസലർക്ക് നൽകി. ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരണോ എന്ന് സിൻഡിക്കേറ്റിന് തീരുമാനമെടുക്കാമെന്നും സിംഗിൾ ബെഞ്ച്. ഹൈക്കോടതി വിധി തിരിച്ചടിയല്ലെന്നായിരുന്നു സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങളുടെ പ്രതികരണം. സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങളെ അംഗീകരിക്കുന്നതാണ് വിധിയെന്നും സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ദിനത്തിലായിരുന്നു ഭാരതാംബ വിവാദം. ഗവർണർ പങ്കെടുത്ത പരിപാടിക്ക് അനുമതി നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.